ഹായ് എൻജൻ ജോക്കിയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വിജയണ്ണന്റെ തുപ്പാക്കി മൂവിയിലെ ആ ഒരു കൂൾ സീനിന് ശേഷം വരുന്ന ഒരു സോങ് ആണ്. അപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു ചെറിയൊരു എനിക്ക് തോന്നുന്നു ഒരു ഹിന്ദി ടച്ച് ഉള്ള ഒരു സോങ് ആണ് തോന്നുന്നത്. സ്റ്റാർട്ടിംഗ് തന്നെ ആ ഒരു ലൈനാണ് ഉണ്ടായിരുന്നത്. വെണ്ണിലവേ എന്നാണ് പക്ഷെ സോങ്ങിന്റെ പേര്. പാടിയിരിക്കുന്നത് ഹരിഹരൻ സാറും അതുപോലെ ബോബെ ജയശ്രീ മാമാണ്. ഇവർ രണ്ടുപേരും. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ആ സോങ് എന്നുള്ളത്. ഇതിന്റെ തമ്മിൽ കണ്ടിട്ട് ഒരു റൊമാൻറ്റിക് സോങ് തന്നെയാണ്. പിന്നെ ആ സീനും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. തുടങ്ങിയാലോ? യെസ്. പക്ഷെ ഈ പാട്ട് കണ്ടിട്ടില്ലല്ലോ? ഇല്ല, കേട്ടിട്ടും ഇല്ലാന്ന് തോന്നുന്നു. തുടക്കത്തിൽ കേൾക്കുമ്പോ നോക്കട്ടെ, നല്ല ലൈനായിരിക്കും. തുടങ്ങാലോ? വിഷ്വൽസ് കേട്ടോ, നല്ല രസം. തുടക്കം തന്നെ അല്ലേ? വെണ്ണിലവേ തരയിൽ ഉദിത്താൻ ഒരു സിരിപ്പിൽ ഇതയം പരിത്താൻ വെണ്ണിലവേ തരയിൽ ഉദിത്താൻ ഒരു സിരിപ്പിൽ இதயம் பறித்தார் நீ எனது கனவில் வரவே எழாமல் இருக்கிறேன் உன் சுவாசம் உயிரை தொடவே விடாமல் വിഷ്വൽ ലൊക്കേഷനും പൊളി അല്ലേ? நீயோ பூகம்பம் தானா அருகே வந்தால் பூகம்பம் தானா കൂളാക്കാൻ ചെയ്യുന്ന സോങ് പോലെ ഉണ്ട്. தரையிலுதித்தாய் ஒரு சிரிப்பில் இதயம் பறித்தாய் രസം അല്ലേ? നല്ല രസമുള്ള കോസ്റ്റ്യൂംസ്. நெஞ்சோடு மழை வரும் ഫ്രെയിം ക്ലാരിറ്റി ഭയങ്കര. സംഭവം തന്നെയാണ്. അതായത് എന്താ പറയാ, ആ ഒരു സീനിനെ കുറച്ചും കൂടി കൂളാക്കാനാണ് തോന്നുന്നത്. കാരണം ഏകദേശം മൂവിയുടെ ഒരു എൻഡിലേക്ക് വരികയാണ്. അതിനു മുന്നേ എന്താ പറയാ, ഒരു നല്ലൊരു സ്വീറ്റ് ആൻഡ് കൂൾ അത്
പക്ക മെലഡി, ഭയങ്കര. എനിക്കൊന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഹാരിസ് ജയരാജ് നമ്മളെ ഹരിഹരൻ സാറിന് തന്നെ ഈ സോങ് കൊടുത്തത്. കാരണം ഹരിഹരൻ സാർ അറിയാം എത്ര ടഫ് സോങ് ആയാലും ആ ഒരു ലൈറ്റ് ആയിട്ട് നല്ല കൂളായിട്ട് ഇങ്ങനെ പാടും. അതിൻ്റെ അകത്തുണ്ട് അനായാസമായിട്ട് ഇങ്ങനെ പാടുന്നില്ല, ഭയങ്കര രസത്തില്. മാത്രല്ല ഏകദേശം നമ്മൾക്ക് അറിയാം കാജൽ പ്ലസ് തളപതി സോങ്സ് വരുന്ന സമയത്ത് എന്തോ ഒരു പ്രത്യേക രസമാണ് ആ പാട്ടിന്റെ വിഷ്വൽസ്. എന്താ പറയാ, കാരണം ഈ സോങ് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് ശരിക്കും. എനിക്കൊന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് കാരണം ഈ പാട്ട് എനിക്കൊന്ന് അത്ര ഫേമസ് അല്ല, എന്താണെന്നറിയില്ല, കേട്ടിട്ടില്ല അധികം. പക്ഷെ ഭയങ്കര രസം കേട്ടോ, നല്ലൊരു ഫസ്റ്റ് ടൈം കേൾക്കുന്ന രസമുണ്ട്. അതായത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു അധികം എൻജോയ് ചെയ്യാനായിട്ടുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് അത്ര ഇതാവാറുന്നത്. ചിലപ്പോ പോപ്പുലർ ഒക്കെ ആയിരിക്കും കേട്ടോ, നമുക്കറിയില്ല. പക്ഷെ ഇതിന്റെ വിഷ്വൽ ഒരു രക്ഷയില്ല. രണ്ടുപേരും പ്രത്യേകിച്ച് കാജലാണെങ്കിലും ആ സ്ക്രീനിൽ വരുന്ന സമയത്ത് ആ സാരി കോസ്റ്റ്യൂം ഒരു ഭംഗി, ഭയങ്കര ഭംഗിയാണ്. രണ്ടുപേരുടെയും ഗംഭീര കോസ്റ്റ്യൂംസ്, അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഫേസിൽ ആ ചിരിയും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ട് റൊമാൻറ്റിക് അല്ലെ, മെലഡി അങ്ങനെ വേണമെങ്കിൽ പറയാം. സോങ് കിട്ടിലും ഫ്രെയിംസ് ഒരു രക്ഷയില്ല. ലൊക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേറെ ലെവൽസ് ആണ് അല്ലെ. സന്തോഷം എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങള്. അതാണ് സംഭവം. അതുകൊണ്ടാണ് ആ ഒരു വിഷ്വൽ ഭയങ്കര ഭംഗിയും ഭയങ്കര, എനിക്ക് തോന്നുന്നു റിയൽ പ്ലേസിൽ തന്നെ നമുക്ക് അതിനകത്ത്. എനിക്കറിയില്ല വേറെ ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ സംഭവം അങ്ങനെ കണ്ടില്ല. യൂഷ്വലി ഇപ്പോഴത്തെ ചില സോങ് കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കാണുമ്പോ തന്നെ മനസ്സിലാവും. പക്ഷെ ഇതിനകത്ത് ഇനിയിപ്പോ റിയൽ പ്ലേസ് അല്ല എന്നുണ്ടെങ്കിലും റിയലിസ്റ്റിക് ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് റിയൽ പ്ലേസ് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നെക്സ്റ്റ് സീനിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ.